പുലിവാൽ കല്യാണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും 50,000 രൂപ വീശും. പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ ഒരു വാങ്ങിത്തരും. 2003 ഷാഫിയുടെ സംവിധാനത്തിൽ കാവ്യ മാധവൻ, ജയസൂര്യ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു പുലിവാൽ കല്യാണം. നായകനും നായികയ്ക്കും ഒപ്പമോ ഒരുപക്ഷെ ഒരു പടി മുകളിലോ നിന്ന ഒരുപാട് പെർഫോമൻസുകൾ ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. നമുക്കിന്ന് പുലിവാൽ കല്യാണം താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായവും അവസ്ഥയൊക്കെ ഒന്ന് നോക്കിയാലോ. പുലിവാൽ കല്യാണ താരങ്ങൾ അന്നും ഇന്നും. ഹരിശ്രീ അശോകൻ. ഹരിയുടെ സുഹൃത്തായ തീപ്പൊരി കുട്ടപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് മികച്ച കോമഡി സീനുകൾ അദ്ദേഹത്തിന് ഈ ചിത്രത്തിലുണ്ട്. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 39. ഇപ്പോൾ അദ്ദേഹത്തിന് 61 വയസ്സ്. ഇപ്പോഴും സിനിമയിൽ സജീവമായി തുടരുന്ന അദ്ദേഹം ഇപ്പോൾ കോമഡി കഥാപാത്രങ്ങൾക്കൊപ്പം സീരിയസ് കഥാപാത്രങ്ങളും ചെയ്തു വരുന്നു. കുളപ്പുള്ളി ലീല, കുട്ടപ്പന്റെ അമ്മായിയമ്മ. ലീല ചേച്ചിയുടെ ചിത്രത്തിലെ പെർഫോമൻസ് ആരും മറന്നു കാണാനിടയില്ല. ഞാൻ ഈ കളക്ടർ കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ സിനിമ ചെയ്യുമ്പോൾ അവരുടെ പ്രായം 49 വയസ്സായിരുന്നു. ഇപ്പോൾ 71 വയസ്സ്. ചേച്ചിയും ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹെലോ മമ്മിയാണ് ലീല ചേച്ചി അഭിനയിച്ച അടുത്ത കാലത്ത് തിയേറ്ററിലെത്തിയ ചിത്രം. നിഷാന്ത് സാഗർ. രമേശ് പ്രസാദ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നിഷാന്ത് സാഗർ അവതരിപ്പിച്ചത്. കാവ്യ വിവാഹം കഴിക്കാനെത്തുന്ന കഥാപാത്രം. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 23. ഇപ്പോൾ പ്രായം 45. അടുത്ത കാലത്ത് മികച്ച നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും സിനിമയിൽ സജീവമായി തുടരുന്നു. ടി.പി. മാധവൻ. പുലിവാൽ കല്യാണത്തിൽ രമേശിന്റെ അച്ഛൻ പ്രസാദ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ചിത്രം ചെയ്യുമ്പോൾ 68 വയസ്സ്. 2024 ഒക്ടോബറിൽ അദ്ദേഹം നിര്യാതനായി. ബീന സാബു, കുട്ടപ്പന്റെ ഭാര്യ. സിനിമ ചെയ്യുമ്പോൾ പ്രായം 43. ഇപ്പോൾ പ്രായം 65. ജഗതി ശ്രീകുമാർ. രാഘവേന്ദ്ര സേഠിന്റെ മാനേജറായ പരമാനന്ദമായാണ് ജഗതി ശ്രീകുമാർ ഈ ചിത്രത്തിലെത്തിയത്. ചിത്രം ചെയ്യുമ്പോൾ ജഗതി ചേട്ടന്റെ പ്രായം 53 വയസ്സായിരുന്നു. ഇപ്പോൾ 76 വയസ്സ്. കൊച്ചു പ്രേമൻ. ചിത്രത്തിൽ ഒരു ബാങ്ക് മാനേജർ വേഷത്തിലാണ് കൊച്ചു പ്രേമൻ എത്തിയത്. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 47. 2022 തന്റെ 67 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. ഷാജു ശ്രീധർ. പരമാനന്ദന്റെ മകൻ മുരളി. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 28. ഇപ്പോൾ പ്രായം 51. കാർത്തിക മാത്യു, കരുണന്റെ അനുജത്തി ശ്രീകുട്ടി. ഷാജു ശ്രീധരന്റെ കാമുകി. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 23. ഇപ്പോൾ പ്രായം 45. 2009 വിവാഹത്തിന് ശേഷം താരം ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്. നാരായണൻകുട്ടി. ഹരിയുടെ സുഹൃത്തായ ടാക്സി ഡ്രൈവറായാണ് നാരായണൻകുട്ടി ചിത്രത്തിലെത്തുന്നത്. സിനിമ ചെയ്യുമ്പോൾ 42 വയസ്സായിരുന്നു. ഇപ്പോൾ പ്രായം 64. സലിം കുമാർ. മണവാളൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ സലിം കുമാർ അവതരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്ന്. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 33. ഇപ്പോൾ 57 വയസ്സ്. കൊച്ചിൻ ഹനീഫ. പി ധർമ്മേന്ദ്ര എന്ന ടാക്സി ഡ്രൈവർ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ചത്. മണവാളിനൊപ്പം കട്ടയ്ക്ക് നിന്ന കഥാപാത്രം. പുലിവാൽ കല്യാണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 51 വയസ്സായിരുന്നു പ്രായം. 2010 59 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. ലാൽ. ഹരിയുടെ ദത്തു സഹോദരൻ കരുണൻ. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 44. ഇപ്പോൾ പ്രായം 67. പ്രിയങ്ക അനൂപ്. നീലാംബരി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പ്രിയങ്ക അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ കൃത്യമായ പ്രായം ലഭ്യമല്ല, അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യും. കാവ്യ മാധവൻ. ഹരിയുടെ പ്രണയിനി ഗംഗയാണ് ചിത്രത്തിൽ കാവ്യ എത്തിയത്. ചിത്രം ചെയ്യുമ്പോൾ 19 വയസ്സ്. ഇപ്പോൾ 41 വയസ്സ്. ലാലു അലക്സ്. ഗംഗയുടെ പിതാവായ രാഘവേന്ദ്ര ചേട്ടായാണ് ലാലു അലക്സ് ചിത്രത്തിലെത്തിയത്. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 48. ഇപ്പോൾ 72 വയസ്സ്. ശ്രീകുട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചിരിക്കുന്നത് ഡിംപിൾ റോസാണ്. ഹരിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചിരിക്കുന്നത് അരുണാണ്. ഡിംപിളിന് 13 വയസ്സായിരുന്നു അന്ന് പ്രായം. ഇപ്പോൾ 35 വയസ്സ്. അരുണിന് അന്ന് പ്രായം 12. ഇപ്പോൾ 34 വയസ്സ്. കലാഭവൻ ഷാജോണും ഈ ചിത്രത്തിൽ ഒരു മികച്ച വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വേഷം ഏതാണെന്നറിയാവുന്നവർ ഇപ്പോഴൊന്ന് കമൻറ്റ് ചെയ്യണേ. ജയസൂര്യ. ഹരികൃഷ്ണൻ എന്ന ഹരിയായാണ് ചിത്രത്തിൽ ജയസൂര്യ എത്തിയത്. ചിത്രം ചെയ്യുമ്പോൾ പ്രായം 25 വയസ്സ്.
ഇപ്പോൾ പ്രായം 48. ഈ സിനിമ നിങ്ങൾ ടി വിയിലാണോ തിയേറ്ററിലാണോ കണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുകൂടാതെ നിങ്ങളുടെ ഫേവററ്റ് കഥാപാത്രം ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.